ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ ഒരു ദിവസം കൂടി കടന്നു പോകുമ്പോൾ അല്പസമയം നമുക്ക് ഈശോടൊപ്പമായിരിക്കാം. പ്രഭാതം മുതൽ ഈ നിമിഷം വരെയും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അവിടുത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ഇന്നേ ദിവസം നമ്മൾ ആയിരുന്ന ഇടങ്ങളിലും യാത്ര ചെയ്തപ്പോൾ നമ്മുടെ ജോലി മേഖലകളിലുമെല്ലാം ഈശോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ നടന്ന് നമ്മളെ കൈപിടിച്ച് നടത്തി. നമുക്ക് ഈശോയോട് നന്ദിയുള്ളവരായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാമായിരുന്ന അപകടങ്ങളിൽ നിന്നും, തെറ്റുകളിൽ നിന്നും, കുറ്റങ്ങളിൽ നിന്നും, കുറവുകളിൽ നിന്നും, പോരായ്മകളിൽ നിന്നുമൊക്കെ അവിടുന്ന് നമ്മളെ സംരക്ഷിച്ച് കാത്തു പരിപാലിച്ചു. ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രഭാതം മുതൽ ഈ നിമിഷം വരെയുള്ള നമ്മുടെ ഇന്നേ ദിവസത്തെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും നമുക്കൊന്ന് ഓർത്തു നോക്കാം. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത്, നന്മയല്ലാത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ഓരോ കാര്യങ്ങളെയും ഓർത്ത് നമുക്ക് മാപ്പപേക്ഷിക്കാം. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഓരോ തെറ്റുകളും, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുഞ്ഞു കുഞ്ഞു കുറവുകൾ, പോരായ്മകൾ ഒക്കെയും ഓർത്ത് അവിടുത്തെ കരുണയ്ക്കായിട്ട് നമുക്ക് യാചിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമ്മൾ ഉറങ്ങാനായിട്ട് പോകുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം പ്രാർത്ഥിക്കാം. നമുക്കൊന്നു ചേർന്ന് 91 സങ്കീർത്തനം പാടി പ്രാർത്ഥിക്കാം.
4-ാം സങ്കീർത്തനം 8-ാം വാക്യം. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, എന്തെന്നാൽ കർത്താവെ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ കർത്താവിൻ്റെ സുരക്ഷിതത്വം എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.